ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ ഗാർഡൻ വീഡിയോയിൽ ഇന്ന് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഞാൻ കുറേ ഡിസ്പോസബിൾ പാത്രങ്ങൾ, നമ്മൾ വെള്ളം കുപ്പി, ജ്യൂസ് കുപ്പി, അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം ഇൻഡോറിൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, എങ്ങനെ പിന്നെയും തിരിച്ച് വയ്ക്കുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട്. അപ്പം ഞാൻ ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഇടുന്നുണ്ട്. തിങ്കളാഴ്ച കുക്കിങ്ങും, ബുധനാഴ്ച ഗാർഡനിങ്ങും, വെള്ളിയാഴ്ച ക്രാഫ്റ്റുമാണ്. എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് ഒരു വീഡിയോ ഷോർട്സും, ഉച്ചയ്ക്ക് 12:30 ഒരു ഷോർട്സും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതൊക്കെ എൻ്റെ ഇൻഡോർ പ്ലാന്റാണ്. എല്ലാം വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ മണ്ണിൽ വെച്ച് നോക്കി, പക്ഷേ അത് നമ്മളത്രയും ശ്രദ്ധിക്കണം. ഒന്നാമത് എൻ്റെ മുറി കൊച്ചു മുറിയാണ്, ഒരു കിച്ചനാണേലും. അപ്പോൾ ഇത്രയും ചെടി കിച്ചണിൽ മാത്രം ഉള്ളതാണ് ഈ ഇരിക്കുന്ന ഇത്രയും. സ്നേക്ക് പ്ലാന്റ് 2 മണി പ്ലാന്റും മണ്ണിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം വെള്ളത്തിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, എത്ര ദിവസത്തേക്കൊന്ന് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഓരോരിടത്തിരിക്കുന്ന പ്ലാന്റ്സ് എടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി ആ ചെടിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെയും തിരിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ചെടി ഇതുപോലെ വരുന്നില്ലല്ലോ, അപ്പോൾ സിന്ധു അതിനെന്തോ പ്രത്യേകം വല്ലതും ചെയ്യുന്നുണ്ടോ? ഞാൻ ഇൻഡോർ പ്ലാന്റിനകത്ത് ഒരു കാര്യവും എക്സ്ട്രാ ചെയ്യുന്നില്ല. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഈ മരുന്നൊന്നും ചെയ്താൽ നമ്മൾ മുറിക്കകത്തല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വെറും വെള്ളം മാത്രം. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൃത്യം നമുക്ക് പറ്റുന്ന ഒരു ദിവസം. ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും, പിന്നെ ചൊവ്വാഴ്ചയാണെങ്കിൽ അതുപോലെ റൊട്ടീനായിട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ആദ്യം എല്ലാം മാസ് ബേസിനിൽ കൊണ്ടിട്ടിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക, കഴുകി വെള്ളവും മാറ്റിയിട്ട്. ഇപ്പോൾ വേരിൻ്റെ ഇടയ്ക്കെല്ലാം ചെളി കാണും, അതെല്ലാം നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് വേരൊക്കെ ഇച്ചിരി കട്ട് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് തന്നെ അതുപോലെ വെച്ചാൽ മതി. ചിലപ്പം ഈ ലക്കി ബാമ്പൂ ഒക്കെ സൈഡൊക്കെ ഇലയൊക്കെ ഇച്ചിരി കരിഞ്ഞതായിട്ട് വരും. ചുമന്ന് വരുമ്പോൾ അന്നേരം ആ സൈഡ് നമ്മൾ കണ്ടിച്ച് കൊടുക്കുക. ഈ കുപ്പി ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അതിനകത്ത് ഗപ്പി ഇട്ടാൽ നല്ലതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ ആഴ്ചയിലും വെള്ളം മാറി കൊടുക്കും. ഓരോരിടത്തും എനിക്കുള്ള സ്പേസിൽ ഞാൻ എങ്ങനെയൊക്കെ ചെടി വെക്കാൻ പറ്റുമോ അത്രയും ഇടത്തും ഞാൻ ചെടി നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരിടത്ത് ഒരു ചെടിയായിട്ട് വെക്കത്തില്ല. ആ ഒരു ഇടത്ത് തന്നെ 2-3 ചെടികൾ അടുപ്പിച്ച് വെക്കണമെന്നാണ്. ഇതെല്ലാമേ വേസ്റ്റ് സാധനങ്ങൾ. ഇപ്പം 3 ഡിസ്പോസബിൾ പാത്രത്തിൽ അത് ഇച്ചിരി ഓരോരോ വെറൈറ്റി ആയിട്ട് ഓരോരോ സ്ഥലത്തും വയ്ക്കാൻ ശ്രമിക്കും. അപ്പം നമുക്ക് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഞാൻ ഇത് ഫ്രിഡ്ജിൻ്റെ മേലെ, ഒന്ന് ടേബിളിൻ്റെ മേലെ, ഒന്ന് സൈഡ് ബുക്ക് ഷെൽഫിൻ്റെ സൈഡിൽ, അങ്ങനെ ഓരോരിടത്തും എല്ലാം വെള്ളത്തിലാണ്. അപ്പോൾ ആഴ്ചയിൽ ഒന്നത് വൃത്തിയാക്കി വെച്ച് കൊടുക്കുക. ഇത്രയും മാത്രമല്ല, ഇനിയും ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഇത്രയുമേ ക്ലീനിങ് ചെയ്യാൻ പറ്റിയുള്ളൂ. പിന്നെ ഇരിക്കുന്നതെല്ലാം വേറെ ഇടത്ത്. ഈ സ്നേക്ക് പ്ലാന്റ് 2നും അധികം വെള്ളം വേണ്ട. അപ്പോൾ എപ്പോഴെങ്കിലും ഇച്ചിരി ഉണങ്ങുമ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ